വിദേശ ബാങ്കുകളിൽ നിക്ഷേപമുള്ള 627 ഇന്ത്യക്കാരുടെ വിശദാംശം കേന്ദ്ര സർക്കാർ മുദ്രവെച്ച കവറിൽ സുപ്രീം കോടതിക്ക് കൈമാറി. മുദ്രവെച്ച 3 കവറുകളായി കേന്ദ്രം സമർപ്പിച്ച രേഖകൾ സുപ്രീം കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നവംബർ 30-ന് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തോട് കോടതി നിർദ്ദേശിച്ചു. കള്ളപ്പണ നിക്ഷേപം സംബന്ധിച്ച അന്വേഷണം 2015 മാർച്ച് 31-ന് മുൻപ് പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ജനീവയിലെ HSBC ബാങ്കിൽ നിക്ഷേപമുള്ള 627 ഇന്ത്യക്കാരുടെ വിശദാംശം 2011 ജൂലൈയിൽ ഫ്രഞ്ച് സർക്കാർ കേന്ദ്ര സർക്കാരിന് കൈമാറിയിരുന്നു. ഈ നിക്ഷേപകരെ സംബന്ധിച്ച വിശദാംശമാണ് അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി മുദ്രവച്ച 3 കവറുകളിലായി ഇന്ന് സുപ്രീം കോടതിക്ക് കൈമാറിയത്. ആദ്യ കവറിൽ 627 നിക്ഷേപകരുടെ പേരും രണ്ടാമത്തെ കവറിൽ ഇവരുടെ അക്കൗണ്ടുകളുടെ വിശദാംശങ്ങളുമാണ് ഉള്ളത്. മൂന്നാമത്തെ കവറിൽ ഫ്രഞ്ച് സർക്കാരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ടും. 3 കവറുകളിലെയും വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തരുതെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയോട് അഭ്യർത്ഥിച്ചു. തുടർന്ന് അറ്റോർണി ജനറൽ കൈമാറിയ 3 കവറുകളും ജസ്റ്റിസ് MB ഷായുടെ അധ്യക്ഷതയിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് സുപ്രീം കോടതി കൈമാറി. മുദ്രവച്ച കവറിൽ കൈമാറിയിരിക്കുന്ന വിശദാംശം പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന്റെ അധ്യക്ഷനായ ജസ്റ്റിസ് MB ഷായ്ക്കും വൈസ് ചെയർമാനായ ജസ്റ്റിസ് അരിജിത് പസായത്തിനും മാത്രമേ അധികാരമുണ്ടായിരിക്കൂവെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നവംബർ 30-ന് സമർപ്പിക്കാനും സുപ്രീം കോടതി പ്രത്യേക അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടു. കള്ളപ്പണ നിക്ഷേപത്തെ സംബന്ധിച്ച അന്വേഷണം 2015 ഒക്ടോബർ 31-ന് മുൻപ് പൂർത്തിയാക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. B. ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി.